കൈലാഷ് സാറ് അത് വിശ്വസിക്കാൻ പോകുന്നില്ല. എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും പ്രിയൻ ചേട്ടൻ കൈലാഷ് സാറിനെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന അദ്ദേഹം ഒരിക്കലും വിശ്വസിക്കില്ല. അദ്ദേഹം അത് വിശ്വസിച്ചു കഴിഞ്ഞു പാറു. അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഗുണ്ടകൾ എന്നെ കുറ്റക്കാരനാക്കാൻ വേണ്ടി കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാ വന്നത്. അവര് പറയുന്നത് കേട്ടാ ആരാണെങ്കിലും എന്നെ സംശയിക്കും. കൈലാഷിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണക്കാരി ഞാനാ. കൈലാഷും പാറുവും തമ്മിലുള്ള വിഷയത്തിൽ ഞാൻ ഇടപെടാതിരുന്നാ മതിയായിരുന്നു. ഈ പ്രശ്നം ഇത്രയും വലുതാകില്ലായിരുന്നു. മാഡം ഒരു തെറ്റും ചെയ്തിട്ടില്ല. എല്ലാവർക്കും നല്ലത് സംഭവിക്കണമെന്ന് മാത്രമേ മാഡം ആഗ്രഹിച്ചിട്ടുള്ളൂ. കൈലാഷ് സാറിനെ ഈ അവസ്ഥയിലാക്കിയവന്മാരെ ദൈവം വെറുതെ വിടില്ല. പ്രിയ, കൈലാഷിനിപ്പോ എങ്ങനെയുണ്ട്? സർജറി കഴിഞ്ഞോ? കഴിഞ്ഞു സർ. അദ്ദേഹത്തിന് ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. അയ്യോ എന്റെ മോൾ. ആന്റി റിലാക്സ്. കൈലാഷിന് ഒന്നും സംഭവിക്കില്ല. റിലാക്സ് ആന്റി. സത്യത്തിൽ എന്താ സംഭവിച്ചത് പ്രിയ? കൈലാഷ് സാർ എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയപ്പോഴാ ഇത് സംഭവിച്ചത്. നുണ പറയുന്നോടാ. കൈലാഷിന് നിന്നോട് എന്തുമാത്രം വെറുപ്പുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അവൻ നിന്റെ മുഖത്ത് പോലും നോക്കില്ല. അവൻ നിന്നെ കാണാൻ വിളിച്ചു എന്ന് പറഞ്ഞ ഞാനിത് വിശ്വസിക്കണോ? അവനെ വിളിച്ചു വരുത്തി കൊല്ലാൻ നോക്കിയത് നീ ആയിരിക്കും. മാഡം, അദ്ദേഹം എന്നെയാ വിളിച്ചു വരുത്തിയത്. സംശയം ഉണ്ടെങ്കിൽ അരവിന്ദ് സാറിനോട് ചോദിച്ചു നോക്കണം. അദ്ദേഹമാ എന്നോട് കൈലാഷ് സാറ് അങ്ങോട്ട് വരാൻ പറഞ്ഞെന്ന് വിളിച്ചു പറഞ്ഞത്. പറയൂ സർ. നീ എന്തൊക്കെയാ പ്രിയ ഈ പറയുന്നത്? കൈലാഷ് പാർവതിയെ കാണുന്ന കാര്യമാണ് പറഞ്ഞത്. കൈലാഷിനെ തനിച്ച് കാണാൻ പോവാൻ അവൾക്ക് പേടിയാണെന്ന് പറഞ്ഞപ്പോ നിന്നോട് കൂട്ടുപോകാനല്ലേ പറഞ്ഞത്? അല്ലാതെ നിന്നോട് ഒറ്റയ്ക്ക് കൈലാഷിനെ കാണാൻ പോകാൻ ഞാൻ പറയോ? സാർ അങ്ങനെ തന്നെ എന്നോട് പറഞ്ഞത്. ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. പിന്നെ പ്രിയ, നീയും കൈലാഷും ഒറ്റയ്ക്ക് കണ്ടുവിട്ടുന്നത് പെട്രോളും തീയും ഒരുമിച്ച് കാണുന്ന പോലെയാ. സാർ ദയവ് ചെയ്ത് നുണ പറയരുത്. നീ മിണ്ടരുത്. എന്റെ മോനെ കൃത്യമായി പ്ലാൻ ചെയ്ത് നീ കൊല്ലാൻ നോക്കി. എന്നിട്ട് നിന്റെ പ്ലാൻ പാളിന്ന് കണ്ടപ്പോ കുറ്റം ബാക്കിയുള്ളവരുടെ തലയിൽ വെച്ച് കെട്ടാൻ നോക്കുകയാണല്ലേ? മാഡം എന്തൊക്കെയായി പറയുന്നേ? കൈലാഷ് സാറ് എനിക്കെന്റെ സഹോദരനെ പോലെയാ. ഞാൻ എന്തിനാ അദ്ദേഹത്തിനെ കൊല്ലാൻ ശ്രമിക്കുന്നേ? വെറുതെ നാടകം കളിക്കാതെ പ്രിയൻ. കമ്പനിയിൽ നടന്ന പ്രശ്നത്തില് കൈലാഷ് പ്രിയനെ തല്ലിയില്ലേ? അതിന് പകരം വീട്ടാനാണ് പ്രിയൻ ഇത് ചെയ്തതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പ്രിയൻ ഒരു നല്ലവനാണെന്ന് വിശ്വസിച്ചതുകൊണ്ടാ കൈലാഷിന് ഇപ്പൊ ഈ ഗതി ഉണ്ടായത്. ഇപ്പൊ കാരണവും കിട്ടിയല്ലോ. ഇനിയെങ്കിലും സത്യം പറ. നീയല്ലേ എന്റെ മോനെ കൊല്ലാൻ ശ്രമിച്ചത്? സത്യം പറയടാ. സീതേ, നടന്നത് എന്താണെന്നറിയാതെ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറയരുത്. ഇതേ ഒരു ആശുപത്രിയാ. വെറുതെ ബഹളം വെക്കരുത്. ഞാൻ എങ്ങനെ ബഹളം വെക്കാതിരിക്കും? ഇവൻ എന്റെ മോനെ കൊല്ലാൻ നോക്കി. ഒരു പെണ്ണിന് വേണ്ടി ഇവനെ വിശ്വസിച്ച് കൂടെ നിർത്തിയ എന്റെ മോനെ ഇവൻ ഈ അവസ്ഥയിലാക്കി. മതി, നിർത്ത്. ആരെക്കുറിച്ച് നിങ്ങൾ ഈ സംസാരിക്കുന്നേ? പ്രിയൻ ചേട്ടന് കൈലാഷ് സാറിനോട് എത്രത്തോളം ബഹുമാനം ഉണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല. അദ്ദേഹത്തിന് വേണ്ടി മരിക്കാനും പ്രിയൻ ചേട്ടന് ഒരു മടിയുമില്ല. സത്യാവസ്ഥ എന്താണെന്നറിയാതെ വെറുതെ പ്രിയൻ ചേട്ടനെ കുറ്റപ്പെടുത്തരുത്. നീ കൂടുതലൊന്നും സംസാരിക്കണ്ട.
ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരി നീയാണ്. നിന്നെ കണ്ടുമുട്ടിയ അന്ന് മുതല് എന്റെ മോന്റെ ജീവിതം നശിച്ചു. നിന്റെ ശരിക്കുള്ള സ്വഭാവം അറിയാതെ കൈലാഷ് നിന്റെ പുറകെ നടക്കുകയായിരുന്നു. നീയും ഇവനും ചേർന്ന് അവനെ പറ്റിച്ച് കുറെ കാശുണ്ടാക്കി കാണുമല്ലേ? ഇപ്പൊ സത്യമെല്ലാം അവൻ അറിഞ്ഞുന്നറിഞ്ഞപ്പോ രണ്ടുപേരും ചേർന്ന് എന്റെ മോനെ ഒഴിവാക്കാൻ ശ്രമിച്ചു അല്ലേ? അതല്ലേ സത്യം? നീ അവന്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ അവൻ മനസ്സമാധാനത്തോടെ ജീവിച്ചേനെ. ഇടയിൽ കയറി സംസാരിക്കുന്നതിന് ക്ഷമിക്കണം. കൈലാഷിനെ ഈ അവസ്ഥയിലാക്കിയത് പ്രിയനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രിയനെ എനിക്ക് ഒരുപാട് നാളായി അറിയാം. ഇങ്ങനൊരു ക്രൂരത ചെയ്യാൻ ഇവനെ കൊണ്ട് പറ്റില്ല. മുഖം മൂടി വെച്ച രണ്ടുപേരാണ് കൈലാഷിനെ കൊല്ലാൻ ശ്രമിച്ചത്. അവരെ കണ്ടുപിടിച്ച സത്യം എന്താന്ന് പുറത്തു വരും. മാഡം എന്താ വായി തുറക്കാത്തെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ഇവന് സ്വഭാവ സർട്ടിഫിക്കറ്റ് തരാനാണോ മാഡം വന്നത്? കൈലാഷ് ഈ അവസ്ഥയിലാകാൻ ഇവർക്കുള്ള അത്രയും പങ്ക് തന്നെ നിനക്കുണ്ട്. ഞാൻ വഴക്ക് പറഞ്ഞോ തല്ലിയോ എന്തെങ്കിലും ചെയ്ത് ഞാൻ എന്റെ മോനെ നേർവഴിക്ക് കൊണ്ടുവന്നേനെ. എവിടുന്ന് വലിഞ്ഞു കയറി വന്ന് ഇവളുമായി കല്യാണം നടത്തി കൊടുക്കാന്ന് പറഞ്ഞ് അവൻ ആശ കൊടുത്തത് നീയാ. കൈലാഷിനെ ഈ അവസ്ഥയിലാക്കിയിട്ട് നല്ലവളെ പോലെ നിന്ന് പ്രസംഗിക്കുന്നു. മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോ. നീ ഇനി എന്റെ മുന്നിൽ നിന്നാ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് പോലും അറിയില്ല. സീതേ, നീ ഒന്ന് സമാധാനിക്ക. ഇത് വഴക്കുകൂടാനുള്ള സമയമല്ല.